ബിസിനസ്സിൽ പെസിമിസം കടന്നു വരുന്ന സമയത്ത്, നമ്മളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ അവ്യക്തമാവുന്ന സമയത്ത്, ആകെ ബ്ലേഡായി പോകുന്ന സമയത്ത്, നമ്മളെ കൊണ്ട് അത് നേടാൻ പറ്റുമെന്ന് സംശയം തോന്നുമ്പോൾ, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഒക്കെ ജീവിതത്തിൽ ആദ്യം താളം തെറ്റുന്നൊരു സംഗതി ഹെൽത്തായിരിക്കും, ഫൗണ്ടറുടെ ഹെൽത്തായിരിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളും ഡിഫിക്കൽട്ട് ആവുന്ന സമയത്തും നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന, ഏറ്റവും റിട്ടേൺസ് തരുന്ന ഒരു ഏരിയയും ഹെൽത്ത് തന്നെയാണ്. കാരണങ്ങൾ പറയാം. ഒന്ന്, നിങ്ങൾ സാഹചര്യവശാൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് ഒരു മൈൽ സ്റ്റോണിന് വളരെ അടുത്തെത്തി. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് 2 മാസം ഒരു ഹൈ ഇൻറ്റൻസിറ്റി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്താൻ പറ്റും, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും തോന്നുകയാണ്. അപ്പോൾ ആ ഹൈ ഇൻറ്റൻസിറ്റി എഫേർട്ട് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് വേണം. ആ ഒരു എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് വേണം. നിങ്ങൾ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അതുണ്ടാവില്ല. 2, നിങ്ങൾ ലക്ഷ്യം നേടി, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടി, ആ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് വേണം. നേരത്തെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആയിരുന്ന സമയത്ത്, എല്ലാ കാര്യങ്ങളും ഡിഫിക്കൽട്ട് ആയിരുന്ന സമയത്ത് നിങ്ങൾ ഹെൽത്തിനെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ ഹെൽത്ത് ഇല്ല. 3, നിങ്ങൾ ലക്ഷ്യമൊന്നും നേടിയില്ല, നിങ്ങളുടെ ബിസിനസ് വെഞ്ചറിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഹെൽത്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതെങ്കിലും ഉണ്ടാവുമായിരുന്നു ചുരുങ്ങിയ പക്ഷം. ആൻഡ് മേ ബി ഇറ്റ് ഓൾസോ ഗീവ്സ് യു എ സെക്കൻഡ് ചാൻസ്. നിങ്ങൾക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ് നടത്താൻ, മറ്റൊരു ബിസിനസ് വെഞ്ചർ നടത്താൻ, മറ്റൊരു കാര്യം ട്രൈ ചെയ്യാനൊക്കെ ഉള്ളൊരു റൺവേ നിങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്ത സാമ്പത്തിക അവസ്ഥയിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, ഒന്നിൽ അരമണിക്കൂർ നടക്കാൻ പറ്റുമായിരിക്കും. വളരെ കഷ്ടപ്പെട്ട് പല കാര്യങ്ങൾ കൂട്ടിമുട്ടിച്ച് ജീവിക്കുന്നതിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി 9 മണിക്കോ 10 മണിക്കോ കിടന്നുറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ പുലർച്ചെ 2 മണിക്ക് കിടന്നുറങ്ങുന്നതിന് പകരം 12 മണിക്കെങ്കിലും ചിലപ്പോൾ കിടന്നുറങ്ങാൻ പറ്റുമായിരിക്കും. അങ്ങനെ എന്താണോ പോസിബിൾ ആവുന്നത് ആ രീതിയിൽ നിങ്ങളുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സ് ഉണ്ട്.